ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമുക്ക് കുറേ സംശയങ്ങളാണ്. ആ തീരുമാനങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകണോ വേണ്ടേ എന്നുള്ളത്. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തീരുമാനം എന്ന് എനിക്ക് തോന്നുന്ന ഒരു തീരുമാനം ഇന്ന് ഞാൻ എടുത്തു. അത് എൻ്റെ വലിയ സ്വപ്നമായിരുന്നു. സ്വപ്നങ്ങൾ നമുക്ക് കാണാൻ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളൊരു ഒരു ചില പല സാധനങ്ങൾ നമ്മൾ കാണുമ്പോഴും മറ്റുള്ളവർ ചെയ്ത് കാണുമ്പോൾ നമ്മളിങ്ങനെ യാത്രയിൽ, നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾ കാണുമ്പോഴൊക്കെ നമ്മളൊരു സ്വപ്നം കുറിച്ച് വെക്കും. അത് ചിലപ്പോൾ നമ്മളെ വിഷ് ലിസ്റ്റിലൊക്കെ എഴുതി വെക്കും. പക്ഷെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വീണ് കിട്ടുന്ന സമയത്ത് എങ്കിൽ അതുമായി മുന്നോട്ട് പോകാം എന്ന് തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് അതൊരു ജീവിതത്തിൻ്റെ വലിയൊരു ഘട്ടം തന്നെ, ഒരു പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടം തന്നെയാണ്. അങ്ങനെ കുറേ ദിവസമായിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം ഇങ്ങനെ ആലോചിച്ച് അവസാനം ഇന്ന് ഞാനൊരു തീരുമാനത്തിലെത്തി. അത് മറ്റൊന്നുമല്ല, ഈ ഫെബ്രുവരി മാസത്തിൽ ഒമാനിൽ വെച്ച് നടക്കുന്ന, മസ്കത്തിൽ വെച്ച് നടക്കുന്ന അയൺമാനിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അയൺമാൻ എന്ന് പറയുമ്പോൾ സാധാരണ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടുള്ളത് മാരത്തോൺ ഓടാറുണ്ട്, സൈക്കിൾ ചവിട്ടാറുണ്ട് ഇഷ്ടം പോലെ. 200 കിലോമീറ്റർ വരെയൊക്കെ സൈക്കിൾ ചവിട്ടിയിട്ടുണ്ട് ഒറ്റ ട്രിപ്പിൽ. പക്ഷേ അയൺമാൻ എന്ന് പറയുന്നത് സൈക്ലിങ്ങും റണ്ണിങ്ങും അത് കൂടാതെ സ്വിമ്മിങ്ങും കൂടി കൂട്ടത്തിൽ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അത് പിന്നെ ഏകദേശം 2 കിലോമീറ്ററോളം സ്വിം ചെയ്യണം. പിന്നെ അതിന് ശേഷം 10-75 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടണം. അതിനുശേഷം ഹാഫ് മാരത്തോൺ 21 കിലോമീറ്റർ റൺ ചെയ്യണം. ഇത് അയൺമാൻ്റെ ഒരു ഹാഫ് വേർഷനാണ്. ഇതിൻ്റെ ഫുൾ വേർഷൻ ഉണ്ട്, അതിലെല്ലാം ഇത് ഡബിളാണ്. അപ്പോൾ ഇവിടെ ദുബായിലൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേര് ഈ അയൺമാനിൽ പല പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. വിദേശത്ത് നടന്നിട്ടുള്ള പല അയൺമാൻ മത്സരങ്ങളിലും ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് അങ്ങനെ ഒരു അയൺമാനിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളതൊരു സംശയമായിരുന്നു. പക്ഷേ ഈ മസ്കത്തിൽ നടക്കുന്ന അയൺമാനിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കേരള റൈഡേഴ്സിലുള്ള ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്. അവരൊക്കെ നല്ല പ്രാക്ടീസുള്ള ആളുകളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്, എനിക്ക് 2 വർഷം മുന്നേ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷം റിക്കവറി ചെയ്ത് പിന്നെ ഞാൻ 2-3 മാരത്തോണുകൾ ഓടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഒരു അയൺമാൻ, ഏകദേശം ഈ പറഞ്ഞ അയൺമാൻ 8 മണിക്കൂറിന് ഉള്ളിൽ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തീരുമാനം തന്നെയാണ്. ഏതായാലും ആ തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന് എൻ്റെ പിന്നിലുള്ള പ്രചോദനം എന്ന് പറയുന്നത് ഞങ്ങളുടെ കോച്ച് ഷിജോ സാറ് 100% എന്നോട് അതിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലാലു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഞങ്ങളുടെ ടീമിലുള്ള ട്രെയിനേഴ്സും കോച്ചുകളും ഒക്കെ കൂടെ ഓടുന്നവരെല്ലാവരും അതുമായി മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു വലിയ ചലഞ്ച് പറഞ്ഞാൽ സ്വിമ്മിങ് എനിക്ക് കാര്യമായ രീതിയിലൊന്നും അറിയില്ല. അപ്പം സ്വിമ്മിങ്ങിന് ചെറിയ രീതിയിൽ നാട്ടിലുള്ള സ്വിമ്മിങ്ങൊക്കെ അറിയാമെന്നല്ലാതെ വലിയ രീതിയിലൊരു 2 കിലോമീറ്ററൊക്കെ ഓപ്പൺ സീൽ സ്വിം ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ചലഞ്ച് തന്നെയാണ്. അപ്പോൾ അത് ഇനി ട്രെയിനിങ്ങിന് പോകണം, ട്രെയിനിങ് എടുക്കണം. ഏതായാലും ആ തീരുമാനം എടുത്തു കഴിഞ്ഞു, അതിന് പേയ്മെൻറ്റും കഴിഞ്ഞു. പിന്നെ ഇതിനൊക്കെ വലിയ ചിലവുണ്ട്. അപ്പോൾ നമുക്ക് സ്പോൺസർ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് എൻ്റെ ഈ ഓഡിയോ കേൾക്കുന്ന ആളുകൾ ആരെങ്കിലും എന്നെയും അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലബിനെയും സ്പോൺസർ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അവരെ സ്പോൺസർഷിപ്പ് ഞങ്ങൾ പരമാവധി അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങൾ നടത്തും. അപ്പോൾ ആരിലൊക്കെ സ്പോൺസർ ചെയ്യാണ്ടെങ്കിൽ അതും കൂടി വരിക. അപ്പോൾ എന്തായാലും ജീവിതത്തിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ആഗ്രഹം, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മളൊരു സാധനം അതിയായി ആഗ്രഹിക്കുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ വന്നെത്തും. അതിലേക്ക് നമ്മൾ ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ചാൻസ് വരുമ്പോൾ നമ്മളതിലൊരു തീരുമാനം എടുക്കുക, അതുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ആ തീരുമാനം എടുക്കുമ്പോൾ തന്നെ ആ വിഷയത്തിൽ നമ്മൾ ഒരു 90% നമ്മളതിൽ സക്സസ്സായി. ഇനിയുള്ള അടുത്ത 6 മാസക്കാലം അതിന് നിരന്തരമായിട്ടുള്ള ട്രെയിനിങ്ങുകളാണ്. ട്രെയിനിങ് ഇല്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു. ബൈ.